Good afternoon, ma'am. Prayer. Today pair Alfia. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായൊരു സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയും അല്ലാഹുവും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Thought of the day. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. APJ അബ്ദുൽ കലാം. ഹാവ് എ നൈസ് ഡേ. Signing. Good afternoon, ma'am, and all teachers. Today, I am going to tell you about health and hygiene. Health and hygiene are very important in our life. Ma'am, echo വരുന്നുണ്ടോ? Check ചെയ്യട്ടെ. വരുന്നുണ്ട് മിസ്, എക്കോ വരുന്നുണ്ട്. ഹസ്ന മ്യൂട്ട് ആക്കൂ. ഒന്ന് പറഞ്ഞു നോക്കിയേ. Good afternoon, ma'am. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. Okay. എല്ലാ ചെക്കള
സ്റ്റക്കായതാണോടോ? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? കേൾക്കാം. ഹലോ മാം. കേൾക്കാം. ആ ഓക്കെ അല്ലേ? ഓക്കെ. കേൾക്കാം. ഓക്കെ. Good afternoon, ma'am, and all teachers. Today I am going to tell you about health and hygiene. Health and hygiene are very important in our life. Health and hygiene very important ആണ് ലൈഫിൽ. If you want to a happy life, you need to live a healthy life. അല്ലേ? A clean body is a healthy body. ഒരു ക്ലീൻ ബോഡി എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ബോഡിയാണ്. So health and hygiene stand together as if you keep yourself clean, you will be safe ഫ്രം ലോട്ട്സ് ഓഫ് ഡിസീസസ്. അല്ലേ? നമ്മുടെ ഹെൽത്തും പിന്നെ നമ്മുടെ ബോഡിയൊക്കെ ക്ലീൻ ആണെങ്കിൽ എന്താണ്, ലോട്ട്സ് ഓഫ് ഡിസീസിൽ നിന്ന് നമ്മൾ സേഫ് ആയിരിക്കും. നൗ ഐ ആം ഗോയിങ് ടു ടെൽ യു സം റൂൾസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ വിച്ച് വി ഷുഡ് ഫോളോ ഇൻ അവർ ഡെയിലി ലൈഫ്. ഞാൻ കുറച്ച് റൂൾസ് പറയാം നമ്മൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത്. വി ഷുഡ് ഗെറ്റ് അപ്പ് ഇയർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ ഇന്നും രാവിലെ നേരത്തെ എണീക്കണം. വി ഷുഡ് എക്സസൈസ് ഡെയിലി ഫോർ ഗുഡ് ഹെൽത്ത്. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണത് ഒരു ഗുഡ് ഹെൽത്തിന് നല്ലതാണ്. വി ഷുഡ് ബ്രഷ് അവർ ടീത്ത് ട്വൈസ് ഇൻ എ ഡേ. ഡെയിലി നമ്മൾ ബ്രഷ് ചെയ്യണം. വി ഷുഡ് ഓൾവേസ് ഫ്ലഷ് ദ ടോയ്ലറ്റ് ആഫ്റ്റർ യൂസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന മുമ്പേ ആദ്യം ഫ്ലഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. വി ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ മീൽസ് ആൻഡ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. ഭക്ഷണം കഴിക്കുന്നേക്കാൾ മുമ്പേയും ശേഷം നമ്മൾ കൈ നന്നായി കഴുകണം. ദെൻ ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, ടോയ്ലറ്റിൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡ്സ് നന്നായി വാഷ് ചെയ്യണം. വി ഷുഡ് ടേക്ക് ബാത്ത് ഡെയിലി ആൻഡ് വെയർ ക്ലീൻ ക്ലോത്ത്സ്. നമ്മൾ ഇന്ന് ഡെയിലി കുളിക്കണം ആൻഡ് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. വി ഷുഡ് കോംബ് അവർ ഹെയർ ഡെയിലി. നമ്മൾ ഹെയർ ഒന്ന് ഡെയിലി കോംബ് ചെയ്ത് വെക്കണം. വി ഷുഡ് ട്രിം അവർ നെയിൽസ് വൺസ് ഇൻ എ വീക്ക്. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നെയിൽ കട്ട് ചെയ്യണം. വി ഷുഡ് ഈറ്റ് ന്യൂട്രിയസ് ഫുഡ് ആൻഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. നമ്മൾ ന്യൂട്രിയസ് ഫുഡ് നമ്മൾ കഴിക്കണം, ജങ്ക് ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. വി ഷുഡ് ഡ്രിങ്ക് പ്യുവർ വാട്ടർ. നമ്മൾ നല്ല വെള്ളം കുടിക്കണം. വി ഷുഡ് കവർ അവർ മൗത്ത് വിത്ത് ക്ലീൻ ഹാൻഡ് കർച്ചീഫ് ബൈ സ്നീച്ചിങ് ആൻഡ് കഫ്. എന്ന് വെച്ചാല് നമ്മൾ മൗത്ത് കവർ ചെയ്യണം. എന്നാൽ ഏത് സമയത്ത് സ്നീച്ചിങ് ഉള്ളപ്പോഴും കഫ് ഉള്ളപ്പോഴും. വി ഷുഡ് നോട്ട് ടച്ച് അവർ ഐസ് ആൻഡ് നോസ് വിത്ത് ഡർട്ടി ഹാൻഡ്സ്. വൃത്തിയില്ലാത്ത കൈ കൊണ്ടൊന്നും നമ്മൾ കണ്ണിൽ തൊടുകയോ മൂക്കിൽ തൊടുകയോ ചെയ്യരുത്. വി ഷുഡ് കീപ്പ് അവർ സറൗണ്ടിങ് നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മളെ ചുറ്റുപാട് നല്ല ക്ലീൻ ആയി നീറ്റായിട്ട് വെക്കണം. If we do and follow these rules properly, we will be able to lead a health and happy life. നമ്മൾ ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെൽത്ത് നല്ല ഗുഡ് ഹെൽത്ത് ആയിരിക്കും ആൻഡ് ഹാപ്പി ലൈഫ് ആയിരിക്കും. താങ്ക് യു മാം. സൈനിങ് ബൈ ശരണ്യ. ഓക്കെ ശരണ്യ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ പോൾ. ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? സുഖാണ് മാം. മാമിനോ? ആ, കുഴപ്പമില്ല. നമ്മൾ യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കുറച്ച് എടുത്തിരുന്നു അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് വരെയല്ലേ പറഞ്ഞത്? ഈ ഒരു ബോക്സ് പറഞ്ഞിരുന്നോ? ഇന്ന് ഫിയോട്ടസ് ചാർട്ട് ഡേറ്റ് ഇന്നാണെന്ന് തോന്നുന്നു. ഫിയോട്ടസ് ചാർട്ട് എന്താ പീറ്റേഴ്സ് ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ ആയിരുന്നല്ലേ? ഓക്കെ, ഇതൊന്നും ഞാൻ പറഞ്ഞോട്ടെ. എന്നിട്ട് ഇത് പറഞ്ഞിരുന്നോ നിങ്ങളോട്? സ്റ്റാൻഡേർഡ് ഹൈറ്റ് വെയിറ്റിന്റെ ബോക്സ് ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ടേബിൾ പറഞ്ഞോ?
പറഞ്ഞു. പറഞ്ഞേ. പറഞ്ഞു. ഇതിന്റെ ആക്ടിവിറ്റി തന്നിരുന്നോ ഇത് ചെയ്യാനായിട്ട്? യെസ് മിസ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് അംഗൻവാടിയിരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഏജ് ഹൈറ്റ് വെയിറ്റ് കുട്ടികളുടെ കളക്ട് ചെയ്യാനായിട്ട്. നോക്കിയാ നിങ്ങള്? കിട്ടി മിസ്. കുറച്ച് പേരുടെ കാര്യങ്ങളൊന്നും വായിക്കും. ഷാനിമോള് ചെയ്തിട്ടുണ്ടോ? ഒന്ന് വായിക്കും. മൈക്ക് ഓഫ് ആണോ? മൈക്ക് ഓഫാ. വേറെ ആരും ചെയ്തിട്ടില്ല? ചെയ്തിട്ടുണ്ട് മിസ്. ചെയ്തവരൊന്ന് വായിക്കും കേട്ടോ. മാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. മാം നെയിം ഋഷിക, ജെൻഡർ ഗേൾ, ഏജ് 3 years, ഹൈറ്റ് 94 centimeter, വെയിറ്റ് 14 kg. ഓക്കെ. Second one, Vaiga, girl, 3 years old, 3 years, 95 centimeter, 14.5 kg. Third one, Arnav, boy, 3 years, 95 centimeter, 15 kg. Atmika, girl, 4 years, 102 centimeter, 16.5 kg. Ridul Krishna, boy, 4 years, 103 centimeter, 17 kg. Navaneet Krishna, boy, 5 years, 106 centimeter, 17 kg. Anvit K. Rahul, boy, 5 years, 106 centimeter, 16 kg. Abantika, girl, 9 years, 132.5 centimeter, 27.5 kg. Nived Krishna, boy, 9 years, 132 centimeter, 28.5 kg. ഓക്കെ. ഇതിൽ അണ്ടർ വെയിറ്റ് ആയിട്ട് തോന്നുന്ന ആർക്കാണ്? വെയിറ്റ് നവനീത് കൃഷ്ണ. എത്ര വയസ്സാണ്? 5 years ആണ്. 106 centimeter, ഹൈറ്റ് 17 kg, 16.5 ഒക്കെ ഉള്ളൂ ആള്. ഓക്കെ, വെരി ഗുഡ് ഷാനി. നെക്സ്റ്റ് ആരായിരുന്നു? എല്ലാവരും ചെയ്തിട്ടില്ലേ? ആക്ടിവിറ്റി തരുന്നത് ചെയ്യണോട്ടോ നോട്ട്ബുക്കില്ല. രമ്യ ഒന്ന് വായിച്ച്, രണ്ടുപേരുടെ വായിച്ചാൽ മതി. രമ്യ മേനോ വായിക്കുന്നുണ്ട് മാം. കൃതി 4 years, ഗേൾ ആണ് മാം, ഹൈറ്റ് 90 centimeter, വെയിറ്റ് 14 kg. Then ഇവാന 4 years, ഗേൾ ആണ്, ഹൈറ്റ് 102 centimeter, വെയിറ്റ് 16 kg. അതില് നോക്കിയിട്ട് ഏറ്റവും അണ്ടർ വെയിറ്റ് തോന്നുന്ന ആർക്കാണ്? കൃതി ഏത് ഏജിലുള്ള കുട്ടിക്കാണ്? 4 years ആണ് മാം. 4 yearsലുള്ള കുട്ടികൾക്കാണ് വെയിറ്റ് കുറവ് അല്ലെ? അപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ നമ്മള് എത്ര ഏജിലാണ്? 3 to 6 yearsലുള്ള കുട്ടികളല്ലേ ഞാൻ പറഞ്ഞത്? ആണോ? അതെ, 3 to 6ന്റെ ഹൈറ്റും വെയിറ്റും നോക്കാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോ കോമൺലി നോക്കുമ്പോ നിങ്ങൾക്ക് കണ്ടെത്താനായത് ഏത് പ്രായം, ഏത് ഏജിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അണ്ടർ വെയിറ്റ് ആയിട്ട് തോന്നുന്നത്? ഒരു 4, 5 വരെയൊക്കെ അങ്ങനെ തന്നെയാണ് മാം. അങ്ങനെ തന്നെയാണ് അല്ലെ? വെയിറ്റ് കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം കാരണം? ഭക്ഷണം കഴിക്കല് പൊതുവെ കുറവാണ് ആ പ്രായം കുട്ടികൾ. മടി, ഹെൽത്തി ഫുഡ് കഴിക്കല് കുറവാണ് മിസ് കുട്ടികള്. തുടങ്ങുന്ന മെയിനായിട്ട് എന്റെ മോൾക്കൊക്കെ സെയിം അങ്ങനെ തന്നെയാണ് വെയിറ്റ് വന്നേക്കണേ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4 to 5 years ഒക്കെ ആകുമ്പോഴത്തേക്കും അവര് സ്കൂളിൽ പോയി തുടങ്ങുന്നുണ്ടല്ലോ മാം. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് വെയിറ്റ് കുറയാറുണ്ട്. ഒന്നും കഴിക്കാതെയാണ് മിസ് മോള് പോകുന്നത്. അങ്ങനെയും അതെ, അതിന്റെ ആ ഒരു ടെൻഷനാണ്. ഓക്കെ, ശരി. ഹൈറ്റ് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? ഹൈറ്റ് കറക്റ്റ് ആണോ? വെയിറ്റിനനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടീനെ കറക്റ്റ് ആയിട്ട് തോന്നിയതുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? അതായത് കറക്റ്റ് ഏജില് കറക്റ്റ് വെയിറ്റ് കറക്റ്റ് ഹൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? അറിയുന്നതോ? ഏകദേശം ഏകദേശം വന്നിട്ടുണ്ട്. ഒരു കുട്ടി 3 years ആണ്, ഗേൾ ആണ്, 96 centimeter ഹൈറ്റ് ഉണ്ട്, 13 kg വെയിറ്റ് ഉണ്ട്. ഓക്കെ, യെസ്.
ഓക്കെ, അപ്പൊ താങ്ക് യു ചെയ്തതിന് കേട്ടോ. എല്ലാവരും ചെയ്തതെന്ന് വിശ്വസിക്കുക. പിന്നെ Ma'am, വേറൊരു എനിക്കൊരു ആക്ടിവിറ്റി കൂടി ma'am, തന്നിട്ടുണ്ടായിരുന്നു, 19th സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? മാം ആ. എനിക്കൊരു ഡൗട്ട് ഉണ്ട് മാം. ഇപ്പൊ നമ്മൾ ഈ ഹൈറ്റും വെയിറ്റും ചോദിച്ചായിട്ട് കാണില്ലേ, ഇപ്പൊ ചിലർ പറഞ്ഞ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് കഴിച്ചുകൊണ്ടാണ്. പക്ഷെ ഞാൻ എന്റെ ബേബീനെയും കൂടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഫുഡൊക്കെ നന്നായി കഴിക്കും, നല്ല ആക്റ്റീവാണ്, എല്ലാമാണ്. നമ്മൾ മെഡിസിൻസും ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും വെയിറ്റിൽ വലിയ ഒരു ചേഞ്ചസ് വരുന്നില്ല. അപ്പൊ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ പറയുന്നത് പാരന്റ്സിന്റെ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയണേ. അതായത് അതെ. നമ്മളെ കുട്ടി എത്ര ഹെൽത്തി ആണെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും ഹൈറ്റും വെയിറ്റും ഒക്കെ പാരന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പാരന്റ്സ് ഓൾമോസ്റ്റ് ഇത്തിരി ഷോർട്ട് ആണ് എങ്കിൽ അവര് ഒരു ഏജ് വരെ അത്ര ഹൈറ്റ് വെക്കില്ല, അത്ര വെയിറ്റ് ഒക്കെ അതിനെ അടിസ്ഥാനം വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നത്. ഏത് ചാപ്റ്ററാണ് ഫസ്റ്റ് പഠിച്ചത്? ചൈൽഡ് ആൻഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗം പഠിച്ചത് മറന്നുപോയാ? അതിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായി, ഹെറിഡിറ്ററി. നമ്മുടെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പഠിച്ചില്ലേ? അതെ അതിൽ ഹെറിഡിറ്റി, പാരമ്പര്യം എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ രമ്യയുടെ കുട്ടി, രമ്യ എങ്ങനെയാണ് ആദ്യം ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണോ? അതെ മാം, അതാണ്. അതായത് പക്ഷെ ബേബിക്ക് വെയിറ്റ് അല്ല മാം, ബർത്ത് വെയിറ്റ് മോൾക്കും ഉണ്ടായിരുന്നു. അതായത് ആള് 8 months കഴിയുമ്പോഴേക്കും 4.45 ആണ് സ്കാനിങ്ങിൽ കണ്ടത്. അതായത് 1 month മുന്നേ സിസേറിയൻ ചെയ്തിട്ടാണ് എടുത്തത് ബേബിനെ. കാരണം ഇനിയും 1 month വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പൊ അത്രയും വെയിറ്റ് ഉള്ള ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടി പിന്നെ വെയിറ്റ് വരണം. അപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് പേരൻസിന്റെ കാരണമായിരിക്കും എന്നാണ് പറയുന്നത്. വേറെ ഒരു ഇഷ്യൂസ് പാരമ്പര്യമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിർണായക ഘടകം എന്ന് പറയുന്നത്. പിന്നെ ഡിപ്പെൻഡ് നമ്മുടെ ഫുഡിന്റെ ഒക്കെ വേരിയേഷൻസ് ആയിരിക്കാം കേട്ടോ. ഓക്കെ, അതൊരു സമയമാകുമ്പോ നന്നായിക്കൊള്ളുള്ളൂ. അപ്പൊ ആരോഗ്യം ഉണ്ടായാൽ മതി, ഒരുപാട് തടിച്ചും അല്ലെങ്കിൽ വീർത്തും ഇരിക്കണമെന്നില്ല, ആരോഗ്യം ഉണ്ടായാൽ മതി. അത്രയുള്ള മാം, നല്ലൊരു കൺഫ്യൂഷൻ. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും. റേഞ്ച് എല്ലാവർക്കും പോകുന്നുണ്ടോ? റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് മാം. സൗണ്ട് ബ്രേക്ക് ആയി. ഇടയ്ക്കിടയ്ക്ക് ഓക്കെ. മാം, എന്റെ മകള് 3 വയസ്സാണ്. ഇപ്പൊ ഹൈറ്റ് 86.9 സെന്റിമീറ്റർ, വെയിറ്റ് 10.10 കിലോ ഉണ്ട്. അപ്പം 3 വയസ്സായിന്, പക്ഷെ ആള് തീരെ. പക്ഷെ അവൾക്ക് ഹാർട്ടിനൊക്കെ സർജറി ചെയ്തോണ്ടിട്ടാവാം. ഡോക്ടറോട് ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പിന്നെന്താ പ്രശ്നം? ഡോക്ടർ പറഞ്ഞാലും കുഴപ്പമില്ലാന്ന്. അതല്ല, എന്നാലും തീരെ ആള് കാണാൻ തന്നെ ഇല്ല. ചെറിയൊരു കുട്ടീന്റെ ആയിരുന്നു, 3 വയസ്സായി പറഞ്ഞിട്ട്. ആയിക്കോളൂ, സമയാണല്ലേ, 3 വയസ്സിലായിട്ടുള്ളൂ. മാം അത് ഹാർട്ടിന്റെ സർജറി ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഏജ് വരെ അങ്ങനെ ആയിരിക്കും, വെയിറ്റ് ലെസ് ആയിരിക്കും. പിന്നീട് നമ്മൾ ഫുഡ് നന്നായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. പിന്നീട് നന്നായിട്ട് വെയിറ്റും വെക്കും. അത് ഞാനാണ് എക്സാമ്പിൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെയാണ്, ജനിച്ചപ്പോൾ തന്നെ ഇതായിരുന്നു. എന്റെ സർജറി നടത്തേണ്ടി വന്നില്ല. പക്ഷെ ഇപ്പോഴും ഇതുണ്ട്, മസ്കുലർ VSD എന്നാണ് പറയണത്. അപ്പൊ അത് നമ്മൾ കുറച്ച് ചെറുപ്പത്തിലൊക്കെ നമുക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും. പക്ഷെ പിന്നെ നന്നായിട്ട് വരും, നല്ല വെയിറ്റ് വെക്കും. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്റെ മോൾക്കും ഡിസംബറിൽ 4 വയസ്സാവും. ഇപ്പൊ ഇന്നലെ നോക്കിയപ്പോ 10,500 വെയിറ്റ്. കുഴപ്പമില്ല, നോർമലാണല്ലോ. 4 വയസ്സല്ലേ? 4 വയസ്സ് 3.5. ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അസുഖങ്ങളെല്ലാം ഇല്ല, ഉണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, 19th സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലെ? ശരിക്കും 4-4.5 വയസ്സാണെങ്കില് ശരിക്കും എത്ര വെയിറ്റ് വേണം? ഒരു 4.5 വയസ്സാണെങ്കിൽ ഏകദേശം 4.5 വെയിറ്റ് നമ്മുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. പിന്നെ ശരിക്കും വെയിറ്റ് കുറയാതിരിക്കുന്നതാണ് നമ്മൾ. ഒരുപാട് ഓവർ ആവരുത്, എന്നാല് ഒരുപാട് കുറഞ്ഞു പോകുന്നത്. രണ്ടിന്റെ ഇടയിലായിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ മിസ്, നോക്കട്ടെ. ഓക്കെ, വർക്കൊന്ന് കാണിക്കാം ഓരോരുത്തരായിട്ട്. സ്റ്റാർട്ട് മിസ്. ഓക്കെ മാം.
ഓക്കെ ടീച്ചറെ ഞാൻ കാണിച്ചോട്ടെ, എനിക്ക് സ്കൂളിൽ പോകണം. കാണിച്ചോ. PTA മീറ്റിങ്ങിന് പോകണം മോന്റെ. ഇല്ല, ഒരാള് നേരത്തെ കാണിച്ചിരുന്നില്ല. അതാരായിരുന്നു? ഫസ്റ്റ് കഴിഞ്ഞ ആഴ്ച. ശരണ്യാണ് മിസ്, ശരണ്യ. ഓക്കെ ടേസ്റ്റ് ടൈം. ഓക്കെ ഓക്കെ മിസ്. അടുത്തതാരാണ്? ഞാൻ കാണിക്കട്ടെ മിസ്. ടീച്ചറെ ഞാൻ കാണിക്കട്ടെ, എനിക്ക് സ്കൂളിൽ പോകണം. ഒരു മിനിറ്റ്. ആർക്കാണ് സ്കൂളിൽ പോകണമെന്ന് പറയുന്നത്? മിൻസിയോ? എനിക്കാ മിസ്സേ. ഓക്കെ ഓക്കെ നോക്കട്ടെ കേട്ടോ. മിൻസ് ചെയ്യാൻ പറ്റില്ല. മാം പേര് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ മിൻസി. ഓക്കെ ഓക്കെ ശരി. മാം. ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ വെരി ഗുഡ്. പോയിക്കോട്ടെ. ആയിക്കോളൂ. ഓരോരുത്തർ കാണിച്ചോളൂ കേട്ടോ. മാം പേര് ഇട്ടിട്ടുണ്ട് എല്ലാവരും. മാം ഓർഡർ അനുസരിച്ച് വിളിച്ചാൽ മതി. അവണി ഗോപിക, സൗമ്യ. ഗോപിക ഇസ് മൈൻ. ഓക്കെ. യെസ്. പെൻസിലാണോ അത് കംപ്ലീറ്റ്? അതെ മാം, ഞാൻ വരച്ചതാണ്. കേട്ടോ. നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. മാം ആവണി വിളിച്ചിരുന്നു. ഓക്കെ. അവണി എവിടെ? അവിടെ ഓക്കെ. എല്ലാവരും ഹെഡിങ് കൊടുത്തിട്ടില്ലേ? ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. കമന്റ് ബോക്സിലേക്ക് പേര് സൗമ്യയുടെ പേര് സൗമ്യയുണ്ടോ? സൗമ്യ ഉണ്ട് മിസ്, ഉണ്ട്. ഇതെങ്ങനെ വരച്ചിരിക്കുന്നത്? നാലിലുണ്ടോ? പേപ്പറിലാണോ അല്ലേ? ആ പേപ്പറിലാണ് ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചത്. ഓക്കെ ശരി. ഓക്കെ രമ്യ. യെസ് മാം. കാണുന്നുണ്ടോ മാം? കാണാം. ഓക്കെ നൈസ്. എത്ര കുഞ്ഞുവാവുകളാ അല്ലേ നമ്മുടെ ബസ്? 41 40. ഇത് 9 ഓക്കെ ശരി. രമ്യ കെ. ചാർട്ടിലാണോ അത്? ചാർട്ടിലെ വരച്ചത്. ഓക്കെ ശരി. താങ്ക് യു. ഷാദിമോൾ. യെസ് മാം. വരച്ചതാണോ മാം. വരച്ചതാണോ? ആ 2 പേപ്പറിലായിട്ടായി. ബോണ്ട് പേപ്പർ. നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുന്നോട്ടെ. ഇതൊക്കെ നമുക്ക് വൈകുന്നേര സമയത്ത് കാണിക്കാനുള്ളതാ. ഓക്കെ താങ്ക് യു. മാം. നെക്സ്റ്റ് ബിന്ദുജ ഉമേഷ്. യെസ് മാം. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം. ക്യാമറ ഓഫ് ആണ്. ഓക്കെ നല്ല രസമല്ലേ കാണാൻ? താങ്ക് യു മാം. എന്ത് തോന്നി എനിക്ക് ആക്ടിവിറ്റി ചെയ്തപ്പോ? ഇഷ്ടപ്പെട്ടാണോ ചെയ്തത്? അതെ മാം, ഇഷ്ടപ്പെട്ടാണ് ചെയ്തത്. എല്ലാരും കൂടെ ചോദിച്ചേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ താങ്ക് യു. നമുക്ക് നമ്മുടെ സ്റ്റേജസ് ഓർമ്മ വന്നു. അതെ, നമ്മുടെ വീട്ടിലിരിക്കുന്ന പോലെ തോന്നുന്നു. അതെ. ശരണ്യ ദിനേശ് കാണിച്ചതാണോ? എടാ മൈക്ക് ഓഫ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചില്ല മിസ്സേ? കാണിച്ചു. ഞാനൊക്കെയാ സൗമ്യ സഞ്ജു മുഹമ്മദ് സുധീർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ആരുടെയാ?
മുഹമ്മദ് സുബീർ. ഞാനാണ് എന്താ വിളിച്ചിട്ടില്ലേ? താജുന്നിസ. പേരുണ്ടാവോ? താജുന്നിസ. ഓക്കെ. ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ചാപ്റ്ററിലാണോ ബുക്കിലാണോ അത്? ഇല്ല, ആക്ടിവിറ്റി ബുക്കിലാ ചെയ്ത്. ശരി, ഓക്കെ. താങ്ക് യു. അനുമോള് ചെയ്തിട്ടില്ലേ? അനുമോളുടെ ഫോണിന്റെ ഡിസ്പ്ലേ പോയിന്ന് മെസ്സേജ് എന്താ? അനുമോള് മിസ് ഇന്ന് ഫോൺ ഡിസ്പ്ലേ പോയിട്ട് എന്റെ അടുത്ത് ഫോണില് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ മിസ്. ഫോണില് ഫോട്ടോ ഉണ്ടായിരുന്നു. അനു വരുമ്പോ കാണിച്ചാൽ മതി, കുഴപ്പമില്ല. വന്നാ മതി. ഓക്കെ മിസ്. കാണിച്ചോട്ടെ? കാണിച്ചോ. കാണാം. ആ മിസ്സേ, നമ്മളെ 9th ഞാൻ നോക്കിയിട്ട് പിക്ചർ വരച്ചതാണേ. അപ്പൊ അത് ആ കുട്ടി ഇങ്ങനെയല്ല, ഇങ്ങനെ കിടക്കണേ നേരെ. കുഴപ്പമില്ലടോ. താങ്ക് യു. പ്രശ്നമില്ല കേട്ടോ. നന്നായിട്ടുണ്ട്. എന്താന്നറിയോ മിസ് ഡൗട്ട് ചോദിച്ചേ? ബാക്കിയുള്ളവരുടെ 9th മന്തിൽ തിരിഞ്ഞു വരുന്നുണ്ടല്ലോ. അതായത് കൺജസ്റ്റഡ് ആയിപ്പോയി കുട്ടി, വരാത്തതാണ്. ചെറിയ വേണ്ടി വരും അതില് തിരിയാത്തോണ്ട്. ഓക്കെ. ജോഷി. ജോസ്നേന എന്റെ പേര്. ആ കാണാമോ? ഒരു സെക്കൻഡ്. ഓക്കെ. ആ ഇത് കുട്ടി നന്നായിട്ട് തല തിരിഞ്ഞിട്ടുണ്ട് അല്ലേ? കറക്റ്റ് ആയിട്ട്. ഓക്കെ. ഓക്കെ കേട്ടോ, താങ്ക് യു. ഹസ്ന. ഹസ്ന ഉമർ. കവിത ഷൈജു. കാണിക്കട്ടെ? ആ കാണുന്നുണ്ടോ മാം? കാണാം. ഓക്കെ. നികിത കൃഷ്ണൻ. നികിത. എവിടെ? കാണുന്നുണ്ടോ മാം? കാണാം കേട്ടോ. ചാർട്ടിലാണോ നികിത വരച്ചിരിക്കുന്നത്? വരച്ചത്. ഓക്കെ. ചാർട്ട് സൂക്ഷിച്ചു വെക്കണുണ്ട്. ചാർട്ടിൽ വരച്ചവരെ നന്നായിട്ട് റോൾ ചെയ്ത് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് വേണം, ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഓക്കെ. അനുമോൾ ശരിയായോ? മിസ്സേ ഇല്ല. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഇപ്പൊ തന്നെ പോവും. ഓക്കെ. ഇത് ചാർട്ടിലാണോ അനു? ചാർട്ടിലാണോ മിസ്സേ? ക്രയോൺസ് വെച്ച് കളർ ചെയ്തേക്കുന്നു. ഓക്കെ. ശരി. ഓക്കെ. നൈസ്. ഓക്കെ. രജിഷ മിഥുൻ കാണിച്ചാണോ? രജിഷ. ഇല്ല മിസ്സേ, ഞാൻ കാണിക്കാം. എല്ലാവരും ചെയ്തില്ലേ? മാം ചാർട്ട് പേപ്പർ കിട്ടിയില്ല. മാം ചാർട്ട് പേപ്പർ കിട്ടിയില്ല. അടുത്ത ക്ലാസ് കാണിച്ചാൽ മതിയോ? അടുത്ത ക്ലാസ് കാണിച്ചാൽ മതിയോ? മാം എക്കോ അത് ടേബിളാണ് മിസ്സേ. ഓക്കെ. നൈസ്. ഓക്കെ. സഫായസ് ഉണ്ടോ? നീല പ്രിൻസൺ.
ഓക്കെ. സുമയ്യ കാണിച്ചാണോ? മിസ്സേ സിനില കാണുന്നുണ്ടോ കാണാം മിസ്സേ? കാണാം. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. മിസ് ഞാൻ കാണിച്ചോട്ടെ? കാണിച്ചോ. ഓക്കെ. ബുക്കിലാണോ അത്? എന്താണ് മിസ്? ബുക്കിലാണോ വെച്ചതെന്ന് ചോദിച്ചത്. അല്ല, A4 പേപ്പറാ മിസ്സേ. ഓക്കെ ശരി. മിസ്സേ ഞാൻ കാണിച്ചോട്ടെ? ഇവിടെ ഓക്കെ ഓക്കെ ശരി കേട്ടോ. മിസ്സേ കാണിച്ചോട്ടെ? ഓക്കെ. അൻസുമോൾ കാണിച്ചാണോ? ഇല്ല ഇല്ല ഒരു കാണിക്കാം. അർച്ചന ഓക്കെ കേട്ടോ. താങ്ക് യു. അയ്യോ കാണുന്നില്ല, എന്റെ ക്യാമറ കാണുന്നില്ല മിസ്സേ. എന്തോ കാണാലോ കാണാം കാണാം. അൻസുമോൾ ടി എ അല്ലേ? ഓക്കെ ഓക്കെ അൻസു. എന്താണ് 9ാം ക്ലാസ് ഒറ്റക്കായിപ്പോലോ അൻസു? മിസ്സേ കാണുന്നില്ല? കാണാം കാണാം. വെറുതെ പറഞ്ഞേ വേണ്ട. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു മിസ്. ഓക്കെ എല്ലാവരും ഇതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഓരോ മന്തിലും ഏത് മന്താണെന്ന് എഴുതിയിട്ടില്ലേ? ഓരോ പിക്ചേഴ്സിന്റെ താഴെ എഴുതാൻ. സുധാ സി ജി. സുധാ സി ജി. മാം ഞാൻ കാണിച്ചില്ല, കാണിച്ചോട്ടെ? ഇതോ സുധയുടെ ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ വെരി ഗുഡ്. താങ്ക് യു മിസ്. അടുത്താരാ? ഞാൻ കാണിക്കട്ടെ മാം? കാണിച്ചോട്ടെ? കാണിച്ചു. കാണുന്നുണ്ടോ മിസ്സേ? രശ്മി ബൈജു അല്ലെ? കാണാം. ഓക്കെ ഓക്കെ. മിസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫസീന അത് ശരിക്കും MRI സ്കാൻ ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇതെങ്ങനെ വരച്ചേ? അത് വരച്ചതാണ് മാം, പെൻസിൽ ഡ്രോയിങ്. സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടില്ലേ? അതേപോലെ ഇരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് മാറ്റല്ലേ. ഓക്കെ മിസ് ഞാൻ കാണിച്ചോട്ടെ? ഓക്കെ ഫസീന എല്ലാവർക്കും അവരവർക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അതെന്താണ് നിങ്ങള് എന്താ അടയാളപ്പെടുത്തിരിക്കുന്നത്? പ്ലാസന്റ അതൊക്കെ അടയാളപ്പെടുത്തും. ഓക്കെ പ്ലാസന്റ. പിന്നെ വലിയ അജൈന, അംബ്ലിക്കൽ കോഡ്, ഫീച്ചേഴ്സ് അല്ല. ഓക്കെ ശരി. ഇനി ആരെങ്കിലും ഉണ്ടോ? മിസ് 9 months കഴിഞ്ഞിട്ടുള്ള പിക്ചറിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ എല്ലാവരും കാണിച്ചായിരുന്നോ? ഇനിയുണ്ടോ? ഐശ്വര്യ കാണുന്നുണ്ടോ മാം? ഐശ്വര്യ ധനേഷ്. ഓക്കെ ശരി. നിങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുത്തോ നിങ്ങളുടെ? അവർക്ക് പേടിയാ കാണുമ്പോ. പേടിയോ?
പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോ കുഴപ്പമില്ല. പറയാനില്ല അമ്മയുടെ വയറ്റിലെ കളിയാക്കുള്ളൂ 9 മാസം വരെ എങ്ങനെയായിരുന്നു നിങ്ങൾ പറഞ്ഞായിരുന്നു. ഇങ്ങനെ പറയുള്ളൂ. പിന്നെ അമ്മയ്ക്ക് മട്ടാണ്, ഞങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓക്കെ, ഇനി ആരെങ്കിലും കാണിക്കാനുണ്ടോ? എന്തെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം കേട്ടോ. ഇല്ല, ആരെങ്കിലും ആക്സിഡന്റ് ആയവരുണ്ടോന്ന് അറിയില്ലല്ലോ നമുക്ക്. ഞാൻ ശ്രുതി സതീഷ്. ശ്രുതി എന്ന് കാണിക്കൂ. ശ്രുതിയാണോ ഒന്ന് പാട്ട് പാടിയത്? ശ്രീകൃഷ്ണൻ. അതെ, ശ്രുതിയാണോ? ഓക്കെ ശ്രുതി. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഏത് പിക്ചറിലാണ് നന്നായിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചോദിക്കുന്നത്. പെൻസിൽ ഡ്രോയിങ് ആണോ കളറാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്? എനിക്ക് ഫസീലയുടെയാണ് ഇഷ്ടമായത്. പെൻസിൽ അല്ലേ? പെൻസിൽ ഡ്രോയിങ്. പെൻസിൽ ഡ്രോയിങ്. പെൻസിൽ ഡ്രോയിങ് സാധാരണ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതി ചെയ്താൽ മാത്രമേ അതിന് എഫക്റ്റീവ് ആയിട്ട് കാണുള്ളൂ അല്ലെ. പക്ഷെ കളർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ കളർ ചെയ്തവരെല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു പിക്ചർ കണ്ടാല്. പക്ഷെ കുറച്ചുകൂടി എനിക്ക് പെൻസിൽ ഡ്രോയിങ് ശരിക്കും അങ്ങനെ ക്ലിയർ ആയിട്ട് അത്ര ഇതായിട്ട് വരാറില്ല. പക്ഷെ നമുക്ക് നല്ല ജീവനുള്ള പോലെ ഒരു ഫീലിംഗ് അതിന് തോന്നുന്നു. ഇതൊരു പ്രത്യേകത എന്താ പിക്ചറിന്. എല്ലാവരും അപ്പൊ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എന്നാണ് പറയാൻ. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ. നിങ്ങൾക്ക് ഇനി ചെയ്യാനായിട്ട് പാടായിരിക്കോ, വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. കുഴപ്പമുണ്ടായില്ലല്ലോ? നോക്കി വരച്ചു. മിസ്സേ, ഞാൻ ഇത് വരയ്ക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ എനിക്കത് ഞാൻ 2-3 തവണ ചെയ്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പൊ ഇവര് വരച്ചത് കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പേസ്റ്റ് ചെയ്തത് പിക്ചർ എടുത്തിട്ട്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനേ പറഞ്ഞോളൂ. ജയശ്രീ കാണിച്ചാണോ? കാണിച്ചതാണ് മിസ്, പക്ഷെ മിസ് ഫസ്റ്റ് ആണ് കാണിച്ചത്. ഓക്കെ, ശരി. സൂക്ഷിച്ചു വെക്കണം എല്ലാവരും. ഓക്കെ മിസ്. ഓക്കെ, സൂക്ഷിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്ന വൈവയ്ക്ക് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇത് ഉപകരിക്കും കേട്ടോ, എല്ലാ മെറ്റീരിയൽസും. മിസ്, അതുകൊണ്ട് നമുക്ക് തരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ആക്ടിവിറ്റി ബുക്കിലൊക്കെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ A4 ഷീറ്റിൽ. അപ്പൊ നമുക്ക് സൂക്ഷിക്കാൻ കുറച്ചും കൂടി കംഫർട്ട് അല്ലേ? നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഏതാണോ മെത്തേഡ് തോന്നുന്നത് ചെയ്യാം. ഞാൻ ചെയ്തത് അസൈൻമെന്റ് ബുക്കിലാണ്, അത് മിസ്സാവാതിരിക്കാനേ. ഓക്കെ, ചാർട്ടിൽ ചെയ്തവര് അത് സൂക്ഷിച്ചു വെക്കണം. ചാർട്ടാണ് എവിടെയെങ്കിലും ഞാനിത് കാർഡ്ബോർഡ് പീസസിലേ ഇങ്ങനെ ചാർട്ട് പേപ്പർ വെച്ച് ഒട്ടിച്ച്, അപ്പൊ ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാലോന്ന് വിചാരിച്ചു കിറ്റില്ലേ. ശരി, കുറച്ചുകൂടി എളുപ്പം അതാണല്ലേ, നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും എവിടെയെങ്കിലും ഒക്കെ ഹാങ് ചെയ്തിടാം. അതെ മിസ്, നല്ല കട്ടിയായിട്ട് നിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ എല്ലാവരും ഒരേപോലെ സൂക്ഷിക്കാൻ നോക്കുക. ഇതെല്ലാം വൈകുന്നേര സമയത്ത് ആവശ്യമുണ്ട്. എല്ലാം ഉണ്ടാകുന്ന എല്ലാ മെറ്റീരിയൽസും റെക്കോർഡ്സും ഒക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതെല്ലാം അതിൽ മാത്രം വെക്കുന്ന രീതിയിലാക്കുക. അപ്പൊ പിന്നെ അത് എവിടെയാണ് ഇത് എവിടെയാണെന്ന് പറഞ്ഞ് അന്വേഷണം നടക്കുന്ന സിറ്റുവേഷൻ വേണ്ട. ഓക്കെ, എന്താണോ? അതെ, നമുക്ക് റോൾ പ്ലേ അതിന് ഒരു ലാസ്റ്റ് ഡേറ്റ് എന്നാ വരുന്നേ? എന്താണ് റോൾ പ്ലേ? ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു മിസ് കഴിഞ്ഞ ആഴ്ച, അതുകൊണ്ടാണ് വരാഞ്ഞ്. എനിക്ക് ഫോണ് നോക്കിയിട്ടേ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കണ്ണിന് ചെറിയൊരു പ്രോബ്ലം, തലവേദന. ഇപ്പൊ ടാബ്ലറ്റ് കഴിച്ചപ്പോ ഓക്കെയാണ് മിസ്, എന്നാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി പോയത്. അല്ല മിസ്, റോൾ പ്ലേ എന്ന് പറഞ്ഞപ്പോ ആൾക്ക് ഇപ്പൊ ആൾക്ക് ഓക്കെയാ? ആണോ? അപ്പൊ എന്താണ് ഞാൻ ചെയ്യാൻ ഡേറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് പ്രിപ്പയർഡ് ആവാനല്ലേ പറഞ്ഞോളൂ. അതെ അതെ മിസ്. നിങ്ങൾ എപ്പോഴാണോ പ്രിപ്പയർഡ് ആയത് കഴിഞ്ഞാൽ അന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ കയറുന്ന ദിവസം നിങ്ങൾ കയറുന്ന ദിവസം ഇതിന്റെ സ്റ്റോറി നമ്മൾ തന്നെയാണോ ചെയ്യേണ്ടത്, അതോ നമ്മൾ ഏതെങ്കിലും കാർട്ടൂൺ അങ്ങനെ എടുത്ത് ചെയ്താൽ മതിയോ? അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആവൂലേ അപ്പൊ? എന്തെങ്കിലും മെസ്സേജ് അങ്ങനെയാണോ മിസ് ഉദ്ദേശിക്കുന്നത്? കുഴപ്പമില്ല, നിങ്ങൾ 5 കഥാപാത്രങ്ങളായിട്ട് 5 കഥാപാത്രങ്ങളായിട്ട് ഇവിടെ ഒന്ന് അവതരിപ്പിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് നോക്കണ്ട നമുക്ക്. ഓക്കെ, അത് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായില്ല. യൂട്യൂബിലോ എന്തെങ്കിലും വേണ്ടി നോക്കിക്കോളാൻ പറഞ്ഞില്ലേ ലുദിയ കഴിഞ്ഞ ക്ലാസ്സിലെ? അതെ അതെ നോക്കി വെച്ചിട്ടുണ്ട് മിസ്, ഞങ്ങള് തുടങ്ങിയിട്ടില്ല എന്നുള്ളൂ.
കുറെ ആക്ടിവിറ്റീസ് അതിന് കുറെ സമയമൊന്നും കളയണ്ട കേട്ടോ. അതിനൊന്നും വേണ്ടി കുറെ സമയമൊന്നും കളയണ്ട. 2 weeks ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ആണ് മിസ്. തീരുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുക. വീട് മൊത്തം ഇനി എന്തോരം കിടക്കണോ വെറുതെ ഇട്ടായിരുന്നു തരണ്ടാന്ന് ഓർത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കേൾക്കൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും തരുന്നത്. 2 ദിവസം ക്ലാസ് ഇട്ടെങ്കിൽ കുറച്ചുകൂടി തന്നാരേ. അയ്യോ മിസ് 5 മിസ്സുമാരെയൊന്നും ഞങ്ങക്ക് തീരുമ്പോ കിട്ടുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഞങ്ങക്ക് ടെൻഷനാ, ഇതൊക്കെ തീർക്കണ്ടേ. മിസ് മാത്രാണ് ഞങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. വലിയ കാര്യമുണ്ട്, ചോദിച്ചു വാങ്ങിക്കണേന്നുള്ളത്. വേണ്ട മിസ്. നമ്മളെ ഈ ചാപ്റ്റർ ഇങ്ങനെ നിൽക്കുകയാണ്. കമ്മിങ് ബോക്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ പാരഗ്രാഫ്? ഇല്ല. എവിടെയൊക്കെ മറന്നുപോയി, അതൊന്നും ഓർമ്മയില്ല. ഓണമൊക്കെ കഴിഞ്ഞ ഒരു പോക്ക് പോയതാണ് എല്ലാവരും. ടേബിള് പറഞ്ഞു തന്നില്ലേ? അതിന്റെ മുകളിൽ നിങ്ങൾ എഴുതിയോ ഹൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ബോയ് ഗേൾ എന്നൊക്കെ എഴുതിയായിരുന്നോ? എഴുതി. ഇവിടെ ഏജ്, ഇവിടെ ബോഡി വെയിറ്റ്, ഹൈറ്റ്, ബോയുടെ ഗേളിന്റെ വെയിറ്റ് എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിരുന്നല്ലേ? എഴുതിയിട്ടുണ്ട് മിസ്. എഴുതിയിട്ടുണ്ടല്ലോ, നോക്കി. ഇവിടെയാണോ വേറെ ക്ലാസ്സിലാണോ പറഞ്ഞതെന്നൊരു ഡൗട്ടുണ്ട്. നോക്കി നിങ്ങള് എഴുതിയോ? എഴുതിയിട്ടില്ല. ഞങ്ങളോട് മിസ് പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞേ. സെൻസസ് എടുക്കാനാ പറഞ്ഞേ. ഓക്കെ ശരി. ഇത് 3 വയസ്സാണ്. ഇത് ഏജ് ആണ്. അപ്പൊ ഈ മോളോട് എന്ത് കൊടുക്കണം? ഇവിടെ ഏജ് എന്ന് എഴുതി കൊടുത്തേ. ഈ 3, 4, 5, 6 എന്നുള്ളത് എന്താണ്? ഏജ് ആണ്. അപ്പൊ അവിടെ ഏജ് എന്ന് എഴുതാം. ഓക്കെ. ഇപ്പൊ എന്താണ്? ബേബി ബോയുടെ വെയിറ്റ് ആണ് അല്ലെ, കിലോഗ്രാമിലാണ്. ബേബി ബോയുടെ ആണ് കേട്ടോ. ഇത് ബോയുടെ വെയിറ്റ് ആണ്. 14.78 എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് ആണ് ബോയുടെ കേട്ടോ, ബോയ്. ദെൻ ഇതോ 13.79 എന്ന് പറയുന്നത് 3 വയസ്സുള്ള ബേബി ഗേളിന്റെ ഗേളിന്റെ വെയിറ്റ് ആണ് കേട്ടോ. 13.79 എന്ന് പറയുന്നത് ഇത് ബോയുടെ, ഇത് ഗേളിന്റെ വെയിറ്റ്. ദെൻ ഇതെന്തായിരിക്കും അപ്പൊ? 3 വയസ്സുള്ള ആൺകുട്ടിയുടെ ഹൈറ്റ് ആണ് കേട്ടോ. 3 വയസ്സുള്ള ആൺകുട്ടിയുടെ ഹൈറ്റ്. ഇത് 3 വയസ്സുള്ള പെൺകുട്ടിയുടെ ഹൈറ്റ്. ഓക്കെ, എഴുതി പോയോ? ഓക്കെ ശരി. The gain in height and weight differ from the child to child. അല്ലെ, നമ്മൾ ഓരോ ഏജിനനുസരിച്ചിട്ട് കുട്ടികളിൽ എന്തിനാണ് വ്യത്യാസം വരുന്നത്? ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തിലാണ് വ്യത്യാസം വരുന്നത്? ഹൈറ്റും വെയിറ്റും ഡിഫറൻസസ് വരുന്നുണ്ട് അല്ലെ. The size of the brain also increase steadily in the preschool years. Preschool years എന്ന് പറയുമ്പോൾ ഏത് ഏജ് ആണ്? preschool years 3 to 6 ഇയേഴ്സിലെ കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് സ്റ്റെഡിലി ഇൻ ദ preschool years അല്ലെ. സൈസ് എന്ന് പറയുന്നത് സ്റ്റെഡിലി ആവുന്നു. കാരണം എങ്ങനെയാണ്? ബൈ ദ ടൈം ആരുടെ മൈക്ക് ഓൺ ആണേ, ഓഫ് ചെയ്തേ. ബൈ ദ ടൈം എ ചൈൽഡ് ഈസ് 6 years old, അതായത് 6 വയസ്സുള്ള ഒരു കുട്ടി, the weight of its brain is 90% of the brain of an adult. 6 വയസ്സുള്ള കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്? മുതിർന്നവരുടെ ബ്രെയിനിൽ 90% ആയിരിക്കും സ്റ്റെഡിനെസ് ഉണ്ടായിരിക്കുക. ഓക്കെ, മുതിർന്നവരുടെ ബ്രെയിനിന്റെ 90% സ്റ്റെഡിനെസ് ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക? 6 വയസ്സുള്ള കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, then muscles also become thicker and stronger. ഈ ഒരു സമയത്ത് മസിൽസിന്റെ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? മസിൽസ് thicker and stronger. Okay. By 4 years of age, children acquire toilet and control at night. By 4 years of age, 4 വയസ്സുള്ള കുട്ടികൾക്ക് acquire toilet and control at night എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? അതായത് അവരുടെ
ചില കുട്ടികളെ യാത്രയിൽ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന ചില സ്വഭാവം ഉണ്ടാവും. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനൊരു കുട്ടികളിലെ യൂറിൻ പാസ് ചെയ്യുന്നത് പറ്റില്ല. അതൊരു 4 വയസ്സാകുന്ന സമയമാകുമ്പോൾ കൺട്രോൾ ടൈം ആണെന്നാണ് പറയുന്നത്. നമ്മളെ കണ്ടിട്ടില്ലേ, ആദ്യം ബെഡിൽ നന്നായിട്ട് രാത്രിയൊക്കെ അവരെ മൂത്രം ഒഴിക്കുമായിരുന്നു അല്ലെ, ഒരു പാസ് ചെയ്യുമായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലേ, അത് കൺട്രോൾ ചെയ്യാൻ അതെല്ലാം നമ്മളോട് പറയും അല്ലെ, യൂറിൻ പാസ് ചെയ്യുന്നത് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒരു ടോയ്ലറ്റിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ തന്നെ പോകും അവരെ. അത് ഈ ഒരു ടൈമിലാണ് 4 years ആവുന്ന സമയത്ത് ഈ ഒരു ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ അത്തരം നിയന്ത്രണമൊക്കെ രൂപപ്പെടുന്നത്. ഓക്കെ, then parents can use activities like playing with blocks, puzzles, sorting buttons or beads, cutting along a straight line using blunt scissors, paper tearing, coloring and paper folding to enhance the fine motor coordination of the young children. ഇനി നമ്മള് ഫൈൻ മോട്ടോർ സ്കിൽസ്, അതായത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം പാരന്റ്സ് കൊടുക്കേണ്ടത്? ആക്ടിവിറ്റീസുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. എന്താണ് ബ്ലോക്സ്? ബിൽഡിംഗ് ബ്ലോക്സ് കണ്ടിട്ടില്ലേ നിങ്ങള്? ബിൽഡിംഗ് ബ്ലോക്സ്. യെസ്. അപ്പൊ അതെന്തിന് ഡെവലപ്പ് ചെയ്യുന്നതിനാണ്? ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ പസിൽസുകൾ. പസിൽസ് എന്താണ് പസിൽസ്? എങ്ങനെയുള്ള പസിൽസ്? പിക്ചർ പസിൽസ് ആണെന്ന് പറയുന്നത്. ഏജ് എത്ര പറയുന്നത് ഇവിടെ? 3 to 6 years ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പസിൽസ് കൊടുക്കുമ്പോൾ എങ്ങനെയുള്ള പസിൽസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? പിക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പസിൽസ്. അതിന് ചിലപ്പോൾ പേരുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ മാച്ച് ചെയ്യുന്ന പിക്ചേഴ്സ് ഉണ്ടാവും. അതിനനുസരിച്ച് എന്താണ് അവരത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ സമയത്തൊക്കെ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെ, ഓരോ കാർഡ്സ് യൂസ് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ എന്താണ് അവിടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ്. ദെൻ സോർട്ടിംഗ് ബട്ടൺസ് ഓർ ബീഡ്സ്. എന്താണ് സോർട്ടിംഗ് ബട്ടൺസ് ഓർ ബീഡ്സ് എന്ന് പറയുന്നത്? സോർട്ടിംഗ് ബട്ടൺസ് അല്ലെങ്കിൽ ബീഡ്സ് കോർക്കാൻ പഠിക്കാം. ബട്ടൺസ് എന്താണ് അല്ലെങ്കിൽ ബീഡ്സ് എന്താണ്? കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനുള്ള ബീഡ്സ് ചെയ്യാനില്ലേ നിങ്ങൾക്ക്? ചെയ്തായിരുന്നോ? ചെയ്തിട്ടില്ല? ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് നമ്മള് ബീഡ്സ് ചിലതില് കുട്ടികളെ കൊണ്ട് എണ്ണാറുണ്ട് അല്ലെ, കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് എണ്ണി നോക്കി ഓരോ കൈകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സിലൊക്കെ ഇടിക്കാറുണ്ട്. അതുപോലെ തന്നെ ബട്ടൺസ് സോർട്ട് ചെയ്യാറുണ്ട്. ഡിവൈഡ് ചെയ്യാന്നാണ് പറയുന്നത്. സോർട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിവൈഡ് ചെയ്ത് മാറ്റാം. അതിന്റെ കൂടെ നമ്മള് എന്താണ് കൗണ്ട് ചെയ്യണം. അപ്പൊ കൗണ്ടിങ് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് എത്ര മുത്തുകൾ ഉണ്ടെന്ന് കുട്ടികൾ എണ്ണം പഠിക്കുകയാണ്. അതേപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് സിസേഴ്സ് കൊടുക്കാറുണ്ടോ? കുട്ടികളുടെ കൊടുക്കാറുണ്ടോ? കൊടുക്കണം അല്ലെ. അവിടെ കൊടുത്തില്ലെങ്കിൽ എടുത്തോണ്ട് പോകും. കട്ടിംഗ് along a straight line using blunt scissors. അതായത് blunt scissors എന്ന് പറഞ്ഞാൽ എന്താണ്? blunt scissors ഓക്കെ. അപ്പോ ആദ്യത്തെ സമയത്ത് കുട്ടികളെ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. നിങ്ങൾക്ക് ആദ്യം അത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കും അല്ലെ. സിംഗിൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ കൂടി കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അവിടേക്ക് എന്താണ് കൃത്യമായ രീതിയിൽ ആ ലൈൻസ് കൺട്രോൾ ചെയ്ത് കുട്ടികൾ അത് കോർഡിനേറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് ശ്രമിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും ചെയ്യില്ല അല്ലെ. പിന്നീട് നമ്മൾ റിപ്പീറ്റേഷൻ കൊടുത്താണ് കുട്ടികൾ എന്താണ് അത് കൃത്യമായിട്ട് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ എല്ലാ കുട്ടികളും അത് കറക്റ്റ് ആയിട്ട് പഠിക്കണമെന്നില്ല. കാരണം ചിലവർക്ക് അങ്ങനെയുണ്ട്. ചിലർക്ക് വരയ്ക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പുറകോട്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മളിൽ പലർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. പല കാര്യങ്ങളും നമുക്ക് ശരിക്കും കൃത്യമായിട്ട് മുറിക്കാൻ അറിയാൻ പറ്റില്ല അല്ലെ. അങ്ങനെയുള്ളവരുണ്ട് ഇല്ലേ? എല്ലാം വരയ്ക്കോ കറക്റ്റായിട്ട്? അങ്ങനെയുണ്ട് കേട്ടോ. സ്കെയില് വെച്ച് നമ്മൾ എങ്ങനെ വരച്ചാലും ഒന്ന് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകും. എത്ര കറക്റ്റ് ചെയ്ത് വെച്ചാലും എന്താണ് അത് അങ്ങനെ പോകും. അത് ചിലവരുടെ ഒരു ടാലന്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പേപ്പർ ടിയറിംഗ്. പേപ്പർ ടിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പർ ടിയറിംഗ്
പേപ്പർ കീറുന്നതും പ്രൈമോട്ടർ ആക്ടിവിറ്റി ആണ്. അതായത് അവിടെ എന്താണ്, അവിടെയൊക്കെ ഈ മസിൽസിനൊക്കെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് അല്ലെ. ചെറിയ ഫിംഗേഴ്സ്, കൈകൾക്ക് എന്താ, ഹാൻഡ്സിന് നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഉണ്ടാകും. പക്ഷെ കീറേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, ഒരു 2 പേപ്പർ എടുത്തിട്ട് നമുക്ക് പല രീതിയിൽ ഒരു പേപ്പർ കീറാൻ പറ്റും അല്ലെ. പല മെത്തേഡ്സിൽ ഒരു പേപ്പർ കീറാം. അങ്ങോട്ട് കീറാം, ഇങ്ങോട്ട് കീറാം, വളങ്ങനെ ഒക്കെ കീറാൻ പറ്റും. പക്ഷെ ഒരു കറക്റ്റ് പൊസിഷനിൽ ഒരു പേപ്പർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, കേസ് സിസ്റ്റർ ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം അല്ലെ. നമ്മൾ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത്, പേപ്പർ നമ്മൾ മടക്കും അല്ലെ. 2 ആയിട്ട് മടക്കിയതിനു ശേഷം അവിടെ എന്താണ് ലൈൻ വരയ്ക്കുകയല്ല, നമ്മൾ വിരലുകൾ കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, സിങ്ക് ചെയ്ത് അല്ലെ, നന്നായിട്ട് അമർത്തിയതിനു ശേഷം എന്താണ് ആ ലൈനിൽ 2 കൈകളും ഒരേ പൊസിഷനിൽ പിടിച്ചതിന് ശേഷം എന്താണ് പതിയെ പിടിക്കും. ഇത് തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അവരത് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യില്ല, ആദ്യം ഒന്നും ചെയ്യില്ല കുട്ടികൾ, ആദ്യമൊക്കെ തെറ്റായിരിക്കും ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എക്സ്പീരിയൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുത്താൽ കുട്ടികൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ദെൻ കളറിങ് അറിയാലോ. കളറിങ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ കുട്ടികൾ ആദ്യം കളർ ചെയ്ത് തുടങ്ങിയപ്പോ എല്ലാം പിക്ചറിന്റെ പുറത്തേക്ക് പോകുമായിരുന്നു അല്ലെ. കളർ ചെയ്ത് തുടങ്ങിയപ്പോ കറക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കില്ലായിരുന്നു. പിന്നെ എന്താണ് അവരത് പ്രാക്ടീസ് ചെയ്ത് എന്താണ് കറക്റ്റ് ആയിട്ട് കളർ ചെയ്യാൻ പഠിച്ചു. ഒരു കളർ ചെയ്യുന്ന സമയത്ത് പല കളറുകൾ അവരായിട്ട് പഠിക്കുകയാണ്. അപ്പൊ പുതിയതായിട്ട് പല കളേഴ്സ് പഠിക്കുന്നു, പല ആനിമൽസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്, പല രീതിയിലുള്ള നമ്മളിപ്പോ കളർ ബോക്സ് ഉണ്ട്, കളർ ബുക്ക് കണ്ടിട്ടില്ലേ നിങ്ങള്. കളറിംഗ് കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആനിമൽസ് ഉണ്ടാവും, മറ്റെന്തെങ്കിലും എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്നത്. അപ്പൊ പല മെറ്റീരിയൽസ് കൂടി കുട്ടികൾ കാണുകയാണ്. അറിയാത്ത ഫ്ലവറുകൾ പോലെ ഉണ്ട് അല്ലെ, അതിലൊക്കെ കൃത്യമായിട്ട് ഓരോ കളേഴ്സ് കൊടുക്കും. ഇപ്പൊ എന്താണ് റോസിനാണെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. അപ്പൊ കുട്ടികൾ അവിടെ കോമ്പിനേഷൻസ് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഈ കളറിന് ഈ ഒരു പൂവിന് ഈ ഒരു കളറാണ് എന്നത് കുട്ടികൾ പഠിക്കുന്നത്. അതേപോലെ ജാസ്മിൻ ഫ്ലവറിന്റെ കളർ എന്താണ്, ജാസ്മിൻ വൈറ്റ് മാത്രമേ ഉള്ളൂ ജാസ്മിനില്. ഗ്രീൻ വേണ്ടേ? ഓക്കെ, വൈറ്റ് ആൻഡ് ഗ്രീൻ വരുന്നത്. അതുപോലെ കളർ കോമ്പിനേഷൻസും കൂടി അവിടെ പഠിക്കണം. കളർ ചെയ്യാൻ മാത്രമല്ല, പല കളേഴ്സും പല ഷെയ്ഡ്സും എങ്ങനെയുള്ളതാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അവരോട് പഠിക്കണം. ദെൻ പേപ്പർ ഫോൾഡിങ് എന്ന് പറയുന്നത് എന്താ? പേപ്പർ ഫോൾഡിങ് മടക്കി ഓരോ ഇതുണ്ടാക്കുക. ഫസ്റ്റ് നമ്മൾ പേപ്പർ ഫോൾഡിങ്ങിനെ ഏത് പേപ്പർ വെച്ചാ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഏത് പേപ്പറാണ് പഠിപ്പിക്കുന്നത്? കളർ പേപ്പർ അല്ലേ മിസ്? കളർ പേപ്പർ ആണോ? ക്രാഫ്റ്റ് പേപ്പർ അല്ലേ? വീട്ടിൽ നമ്മളുടെ കയ്യിലുള്ള പേപ്പർ ഏതാ? ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, ന്യൂസ് പേപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതായത് ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും ഫസ്റ്റ് നമ്മൾ പേജ് പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗശൂന്യമായിട്ട് എടുക്കരുത്. ആവശ്യമുള്ള രീതിയിൽ തന്നെ അവരെ കൊണ്ട് അത് ഉപയോഗിപ്പിക്കണം. കാരണം എങ്ങനെയാണ് മടക്കേണ്ടത്. ഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ കയ്യിൽ ഇങ്ങനെ വെക്കുന്ന നെയിലിന്റെ അത് വാശി പിടിച്ച് യൂട്യൂബിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മിസ്. കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തന്നെ ഇതൊക്കെ പരീക്ഷിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങള് ദേഷ്യപ്പെട്ടൊന്നും ചെയ്യിപ്പിക്കരുത്. വളരെ ഒരു ടീച്ചർ എന്ന നിലയിലായിട്ട് അമ്മയെന്ന് മാറി ടീച്ചറായിട്ടൊന്ന് പെരുമാറാൻ നോക്കുക. അപ്പൊ കുറെ വ്യത്യാസം 5 വയസ്സായിട്ടുണ്ട് കേട്ടോ മാം. മോൾക്ക് 5 വയസ്സാണ്. അവള് നന്നായി വരയ്ക്കും, ചിത്രമൊക്കെ വരയ്ക്കും. ഒരു പ്രാവശ്യം കണ്ടാൽ മതി, നന്നായി കളർ കൊടുക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ഫ്ലവറിന് ഈ കളർ എങ്ങനെയാണെന്ന് അവളെങ്ങനെ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അത്ര നന്നായി കൊടുക്കും. ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. യെസ്, പിന്നെന്താണ് പേപ്പർ ഫോൾഡിംഗ് ടു എൻഹാൻസ് ദ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ഓഫ് യങ് ചിൽഡ്രൻ. അപ്പൊ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ കോർഡിനേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് ഇതെല്ലാം. അതിനൊക്കെ സമയം കണ്ടെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. യങ് ചിൽഡ്രൻ പ്രാക്ടീസ് ഫൈൻ മോട്ടോർ കൺട്രോൾ ത്രൂ ആക്ടിവിറ്റീസ് ലൈക്ക് threading, beads and sorting. Parents need to provide children with the toys which further enhance their fine motor coordinations. So യങ്സ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രീതിയിലുള്ള പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുന്ന അവരുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്തരം രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് കട്ട് ചെയ്യാനായിട്ട് ത്രെഡിങ്, ബീഡ്സ്, സോർട്ടിങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ മാത്രമേ നമ്മളുടെ ചെറിയ ഫിംഗേഴ്സിന് അല്ലെങ്കിൽ വിരലുകളുടെ ഒക്കെ ഡെവലപ്മെന്റ്സ് കൂടുതൽ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ പാരന്റ്സ് കൊടുക്കേണ്ടത് എന്താണ്? പാരന്റ്സ് എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്?
ഈ ആക്ടിവിറ്റീസ് കൂടാതെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് കൂടാതെ തന്നെ ടോയ്സ് കൊടുക്കാറുണ്ട് നിങ്ങളാണ് ടോയ്സ് എങ്ങനെയുള്ള ടോയ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്? ഈ ടോയ്സ് നമ്മളിങ്ങനെ യോജിപ്പിച്ചുണ്ടാക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ മിസ്, അതാണ് ബിൽഡിംഗ് ബ്ലോക്സ്. ബിൽഡിംഗ് ബ്ലോക്സ് തന്നെ പല രീതിയിൽ വരുന്നുണ്ട് ഇപ്പോ. പല രീതിയിലുണ്ട് മിസ്. പല ടൈപ്സ് ഉണ്ട്, വലുതുണ്ട് ചെറുതുണ്ട് അല്ലെ. വണ്ടി ഉണ്ടാക്കുന്ന മോഡല് അനിയൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്. കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആയിരിക്കും കൊടുക്കേണ്ടത്? തീരെ ചെറുതാണോ വലുതാണോ? വലുത് കൊടുക്കണം മാം, ചെറുത് വാങ്ങി വെക്കാൻ. ചെറുത് കൊടുത്താൽ വായി ചിലപ്പോ കഴിക്കും. ഫസ്റ്റ് ടൈം നമ്മള് മറ്റേ ഇങ്ങനെ മോളിൽ ഇങ്ങനെ വെക്കൂലേ സൈസ് അനുസരിച്ച് ബണ്ണ് മോഡല്, അതെ അതെ അത് അങ്ങനത്തെ ആദ്യം മുകളിൽ ഒരു തല ഉണ്ടാവും അല്ലെ. ആ ചൈനീസ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. പല കളേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെ ചെറുതായിരിക്കും, ഫസ്റ്റത്തെ വലുതായിരിക്കും, ഫസ്റ്റത്തെ വലുതായിരിക്കും മിസ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്മോൾ സൈസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ചെറുതാവും. പേരുണ്ട്, അതിന് പേരുണ്ട് കേട്ടോ, ഒന്ന് പേര് കണ്ടു. മറന്നുപോയി മിസ്, അതുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ കുട്ടികളിൽ തന്നെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം സമയം കിട്ടുന്ന സമയത്ത്. ഞാൻ കൂടെ ഇരുന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം കേട്ടോ. കൂടെ ഇരുന്ന് ചെയ്തതായിരിക്കുമല്ലോ. ചെറിയ കുട്ടികളല്ലേ എല്ലാവർക്കും ഉള്ളത്? അല്ല മാം, എന്റെ കുട്ടി വലുതാണ്. മൂത്ത കുട്ടിക്ക് 20 വയസ്സും ഇളയ കുട്ടിക്ക് 15 വയസ്സും. ഒരു കുഴപ്പമില്ല, ഇരുന്ന് ചെയ്തോളൂ കേട്ടോ. ചെയ്യിപ്പിക്കാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പറ. ഒന്ന് 4 വയസ്സ് 6 വയസ്സായിട്ട് ബിഹേവ് ചെയ്യാൻ പറ. ഓക്കെ, സന്തോഷമാവും. പറ്റുന്നവരെ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങള് ഇപ്പൊ ആരാ പറഞ്ഞ 20 വയസ്സായിന്ന്? ആരാ പറഞ്ഞേ? ആരാണോ പറഞ്ഞേ? ഗോപിക. ഗോപിക, ഈ 6 വയസ്സിൽ 4 വയസ്സിൽ താൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോ മറന്നു പോയതായിരിക്കും. ചെയ്തിട്ടുണ്ട്. ശരി, സമയമായോ? നെക്സ്റ്റ് വരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് അത് വായിച്ചിട്ട് വരാം. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റീസ് എല്ലാം പറയുന്നത് നന്നായിട്ട് വായിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് പോരും. ഓക്കെ, ഇന്ന് തന്നെ അതങ്ങ് ചെയ്തു വെച്ചോ. പിന്നെ അത് അടുത്ത ഫ്രൈഡേ, ഇനിയിപ്പോ ഞാൻ അടുത്ത ഫ്രൈഡേ അല്ല, അപ്പൊ ഇത്രയും ദിവസം ഉണ്ടല്ലോ ഗ്യാപ്പ്, തലേ ദിവസം ഇതൊക്കെ നോക്കും അല്ലേ? ആണോ? ഓക്കെ, അന്നന്ന് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് തന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പിന്നെ റെക്കോർഡ്സ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ എല്ലാവരും? കളക്ഷൻ ബുക്ക് സ്റ്റാർട്ട് ചെയ്തു. അതില് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞതിന് ശേഷം മൈക്ക് ആരെങ്കിലും ഓഫ് ചെയ്തേ. വൈവ എന്നൊരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. വൈവ ലാസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വൈവ ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രസന്റ് ചെയ്ത റിയൽ മെറ്റീരിയൽസ് നമ്മൾ റിയൽ ആയിട്ട് കാണുകയാണ് അല്ലെ. അപ്പൊ അറ്റ് പ്രസന്റ് ടീച്ചർ കാണുന്ന സമയത്ത് നിങ്ങൾ അത് എത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒരു എക്സ്പെക്ടേഷൻ വേണ്ട. അതിപ്പോഴേ പറയാൻ കാരണമുണ്ട്. എക്സ്പെക്ട് ചെയ്യരുത് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടണം എന്നുള്ളത് വിചാരിക്കരുത്. പക്ഷെ നിങ്ങൾ ചെയ്തതിനനുസരിച്ചുള്ള മാർക്ക് എന്തായാലും തരും, ഉറപ്പായിട്ടും കേട്ടോ, ഉറപ്പായിട്ടും തന്നിരിക്കും. പിന്നെ നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം അത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഒരു ടീച്ചറിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള മാർക്ക് നമ്മൾ എന്തായാലും ഇടും. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇത്രേ പറഞ്ഞത് എനിക്ക് ഇത്രയും ഞാനിത് ചെയ്തു, എനിക്ക് ഇത്രയും കിട്ടും എന്നൊരു എക്സ്പെക്ടേഷനിൽ ആരും വേണ്ട. ഇപ്പൊ നിങ്ങളുടെ എക്സാമിന്റെ കാര്യമാണെങ്കിലും മാർക്കിലല്ല പ്രധാനം കേട്ടോ. നിങ്ങൾ ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ അല്ലാതെ പഠിക്കുന്നുണ്ട്. മാർക്ക് വെച്ചിട്ട് നിങ്ങൾ ആരും വലുതാണ് ചെറുതാണെന്നൊന്നും വിചാരിക്കേണ്ട. മാർക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണ്ട. എല്ലാവരും നല്ല മാർക്കോടുകൂടി പാസ്സാവാന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് 100 തന്നെ കിട്ടണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അതിലൊരു ആ ഒരു കോമ്പറ്റീഷൻ ഒന്നും വേണമെന്നില്ല കേട്ടാ. മാർക്കിലൊന്നും അല്ലടോ നമ്മുടെ മോണ്ടിസോറി പോകുന്നത്, നമ്മുടെ മാർക്കിലല്ല. നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റിലുള്ള മാർക്സോ അല്ലെങ്കിൽ അതിലൊന്നും ഒരു കാര്യവും ഇല്ലാന്ന് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ മനസ്സിലായിക്കൊള്ളും കേട്ടോ. അപ്പോ മാർക്ക് കുറവ് ഏതെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് അയ്യോ എനിക്ക് എത്രയും കുറഞ്ഞു പോകുന്നൊരു ചിന്ത ഒന്നും വേണ്ട. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾ നല്ലൊരു മോണ്ടിസോറി ടീച്ചർ ആണെന്നുള്ളത് നിങ്ങൾ ഒരു 6 മാസം കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ ഇപ്പോഴേ പറയണം, മാർക്കിന്റെ കാര്യത്തിൽ ആരും നിങ്ങൾ തല്ലി പിടിക്കരുത്. ഇതൊക്കെ പറയും, അത് കഴിയുമ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് മാർക്ക് കിട്ടില്ല ടീച്ചർ ഏത് പറഞ്ഞ് വരരുത്. സെഷൻ ലൈവ് ആണോ അതോ അവിടെ വരണോ? എന്തോ
പ്രാക്ടിക്കൽ സെക്ഷൻ അവിടെ വരണോ അതോ ലൈവ് ആയിട്ട് തന്നെ? ഇവിടെ വരും, നമ്മൾ ഓൺലൈനിൽ കാണിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓഫീസിൽ വരണം നമ്മളെ കേട്ടോ. ഇതൊക്കെ ആ ഒരു സമയമാകുമ്പോഴേക്കും പറഞ്ഞു തരും. എക്സാം ഒന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഓൺലൈനിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്? ആണോ? അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നില്ലേ? അത് തന്നെ ഒരു 100 ക്വസ്റ്റ്യൻ, ഒരു 120 ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലൈൻ എക്സാം ചെയ്തത്. ആണോ? ശരി, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? അതെ മാം. മാം ഞാനാണ്. ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിട്ട് എടുത്ത ആതിര മിസ്സിനെ. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു ഹെൽത്തി ആയിട്ടിരിക്കാനും, അതായത് കുട്ടികളുടെ വെയിറ്റ് ആൻഡ് ഹൈറ്റ് അതിന്റെ ടേബിൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കാണിച്ചു. അതുകൂടാതെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന വെയിറ്റ് കുറയുന്നതിനെ കുറിച്ചും മറ്റും എല്ലാം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുകയും പിന്നെ ഫീറ്റലിന്റെ ഗ്രോത്ത് എല്ലാവരും സബ്മിറ്റ് ചെയ്തു. പിന്നെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച്, അതായത് പാരന്റ്സ് അവർക്ക് എന്തൊക്കെയാണ് ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടതെന്ന് എല്ലാം വ്യക്തമായി പറഞ്ഞു തന്ന ആതിര മിസ്സിന് ഈ ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത എന്റെ എല്ലാ ഫ്രണ്ട്സിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ബൈ സുധ. താങ്ക് യു സുധ. താങ്ക് യു മിസ്. താങ്ക് യു മാം. സുന്ദരി ഉണ്ടല്ലോ. ഞാനോ എന്റത് ആ പാണ്ഡിത്യം പോലെ ഇരിക്കും. മിസ് പോയിന്ന് തോന്നുന്നുടാ, സൈനൗട്ടിന് മുന്നേ പോയോ? എടാ എന്റെ ചിത്രമില്ലേ, ശരിക്കും പറഞ്ഞാല് ഗർഭപാത്രത്തിൽ എലിക്കുട്ടീനെ പ്രസവിച്ചിട്ട് പോലെ ഉണ്ടായിരുന്നു. ഞാനന്ന് എത്തി പറയാ പേസ്റ്റ് ചെയ്തതാ. മനസ്സിലായോ? ഫോട്ടോ അയച്ചു കൊടുത്തിന്. നികിത രാത്രി 12 മണിക്ക് ചിരിയോ ചിരി ചിത്രം കണ്ടിട്ട്. അല്ല രജിസ്റ്റയുടെ ഫോട്ടോ ആണോ പറഞ്ഞത്? അല്ല, ഞാൻ വരച്ചതോ?